ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാസം 32-ാം തീയതി ഉണ്ട്. സഞ്ജനേ, ഇത് സഞ്ജനയല്ലേ? ഇത് മലയാള മനോരമ പാലക്കാട് ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. ഒരു CV അയച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇപ്പോൾ ഒരു റിപ്പോർട്ടർ വേക്കൻസിയിലേക്ക് ആളെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഈ വരുന്ന 13-ാം തീയതി രാവിലെ ഒരു 10 മണിക്കൊന്ന് എത്താൻ കഴിയുമോ ഓഫീസിലേക്ക്? അതെ അതെ, 13-ാം തീയതി ഒരു 10-നും 12-നും ഇടയ്ക്ക്. പാലക്കാട് ബസ് സ്റ്റാൻഡിന്റെ അടുത്ത്. അതെ അതെ അതെ. ഇപ്പൊ എന്താ ചെയ്യുന്നത്? എക്സാം എല്ലാം കഴിഞ്ഞു എന്നാണല്ലോ അറിയാൻ കഴിഞ്ഞത്. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഡയറക്ടറുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ എക്സാമിൻ്റെ കാര്യമൊക്കെ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ദിവസം വരാൻ കഴിയല്ലോ? എങ്കിൽ ഒരു 29-ാം തീയതി 30-ാം തീയതി ആ ഡേറ്റ് കൺഫേം ചെയ്യട്ടെ. ഓക്കെ, എന്നാൽ താങ്കൾ കൺവീനിയന്റ് ആയിട്ടുള്ള ഡേറ്റ് ഒന്ന് പറയാമോ? ഓക്കെ ഓക്കെ, 20-ാം തീയതി വരുമ്പോൾ ഒന്ന് വിളിക്കണേ. ഓക്കെ ഓക്കെ. ഫുൾ നെയിം എന്തായിരുന്നു? അതെ, ഫുൾ നെയിം എന്തായിരുന്നു? ഓക്കെ ഓക്കെ, താങ്ക് യു. ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ഇപ്പോൾ ചെറുതായിട്ട് ആൾക്ക് സംശയം ഉണ്ടാവും. അപ്പോൾ ഒരു വട്ടം കൂടി വിളിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ആളിട്ടൊന്ന് കളിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. അതായത് എന്തായാലും ഇപ്പോൾ ആൾ ആ സംഭവം വിശ്വസിച്ചിട്ടുണ്ടാവും, എന്നാലും കുറച്ച് സംശയം ഉണ്ടാവും. അപ്പോൾ ആ സംശയം ഒന്നുകൂടി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യം കൂടി പറയണം. അപ്പോൾ ഒന്ന് വിളിച്ചോട്ടെ. ഹലോ. ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു മലയാള മനോരമയിൽ നിന്ന്. 15-ാം തീയതി മുതൽ 20-ാം തീയതി വരെ ഇവിടെ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. അപ്പോൾ ഒരു 32-ാം തീയതി വരാൻ പറ്റുമോ? ഓഡിബിൾ ആണോ? അതായത് 15-ാം തീയതി മുതൽ 20-ാം തീയതി വരെ ഇവിടെ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാംസ് നടക്കുകയാണ്. അപ്പോൾ അന്ന് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരു 32-ാം തീയതി വരാൻ കഴിയുമോ? അതെ അതെ. ഈ മാസം 32-ാം തീയതി ഉണ്ട്. അതെ അതെ അതെ. ഹലോ ഹലോ, കേൾക്കാമോ? അപ്പോൾ അന്നേക്ക് ഡേറ്റ് ഷെഡ്യൂൾ ചെയ്യട്ടെ. അന്ന് വരുമല്ലോ അല്ലേ? ആവശ്യമായ ഡോക്യുമെന്റ്സ് എല്ലാം കയ്യിൽ കരുതണം. ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണ് വേണ്ടതെന്ന് പറയട്ടെ. റേഷൻ കാർഡ്, ആധാരം, സഞ്ജനേ